എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ ദശാനാഥന്മാരുടെയും ദശാകാലത്ത് 9 ഗ്രഹങ്ങളുടെയും അപഹാരങ്ങൾ വരും. ദശാനാഥൻ്റെ പൂർണ്ണാധികാരത്തെ മറ്റു ഗ്രഹങ്ങൾ അപഹരിക്കുന്നു. ഇതാണ് അപഹാരം. വ്യാഴദശ 16 വർഷമാണ്. വ്യാഴദശയിൽ ആദ്യത്തെ അപഹാരം വ്യാഴത്തിൻ്റെതാണ്. തുടർന്ന് ശനി, ബുധൻ, കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു എന്നിങ്ങനെയാണ് അപഹാരനാഥന്മാരുടെ സ്ഥാനക്രമം. അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രക്കാർക്ക് 64 വയസ്സ് മുതൽ 79 വയസ്സ് വരെയാണ് വ്യാഴദശാകാലം. ഏകദേശ സമയമാണിത്. ഭരണി, പൂരം, പൂരാടം നക്ഷത്രക്കാർക്ക് 52 വയസ്സ് മുതൽ 67 വയസ്സ് വരെയാണ് വ്യാഴദശ. കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർക്ക് 38 വയസ്സ് മുതൽ 53 വയസ്സ് വരെയും, രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർക്ക് 30 വയസ്സ് മുതൽ 45 വയസ്സ് വരെയും, മകീരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാർക്ക് 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെയും, തിരുവാതിര, ചോതി, ചതയം നക്ഷത്രക്കാർക്ക് 9 വയസ്സ് മുതൽ 24 വയസ്സ് വരെയും, പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് 12 വയസ്സ് വരെയും, പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 95 വയസ്സ് മുതൽ 120 വയസ്സ് വരെയും, ആയില്യം, കേട്ട, രേവതി നക്ഷത്രക്കാർക്ക് 76 വയസ്സ് മുതൽ 91 വയസ്സ് വരെയും വ്യാഴദശാകാലമാണ്. വ്യാഴദശ 16 വർഷമാണ്. ഇതിൽ ആദ്യത്തെ 2 വർഷം 1 മാസം 18 ദിവസം വ്യാഴത്തിൻ്റെ തന്നെ അപഹാരമാണ്. ഈ കാലയളവിൽ സമ്പത്ത്, വിജയം, വാഹനങ്ങൾ, ബഹുമതി, വിവാഹം, സന്താനലബ്ധി, യാത്ര, ഉദ്യോഗം, ഭൂമിലാഭം, ഉന്നതന്മാരുടെ സൗഹൃദം തുടങ്ങിയ ഗുണഫലങ്ങൾ അനുഭവിക്കും. തുടർന്ന് 2 വർഷം 6 മാസം 12 ദിവസം ശനിയുടെ അപഹാരകാലമാണ്. ഈ കാലയളവിൽ അധാർമിക പ്രവർത്തികൾ, മനോദുഃഖം, ധനനാശം, തൊഴിൽഹാനി, യാത്ര, വാഹനാപകടം, മദ്യപാനം, ചീത്ത കൂട്ടുകെട്ട്, കേസുകൾ, രോഗങ്ങൾ, കുടുംബകലഹം തുടങ്ങിയ ഫലങ്ങൾ അനുഭവിക്കും. തുടർന്ന് 2 വർഷം 3 മാസം 6 ദിവസം ബുധൻ്റെ അപഹാരകാലമാണ്. ഈ കാലയളവിൽ സന്തോഷം, ധനാഭിവൃദ്ധി, കുടുംബസുഖം, വിദ്യാവിജയം, അപവാദങ്ങൾ കേൾക്കേണ്ടി വരിക, നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക തുടങ്ങിയ ഫലങ്ങൾ അനുഭവിക്കും. തുടർന്ന് 11 മാസം 6 ദിവസം കേതുവിൻ്റെ അപഹാരകാലമാണ്. ഈ കാലയളവിൽ ശത്രുനാശം, വാഹനലാഭം, ഉദ്യോഗം, പ്രമോഷൻ, സ്ഥാനഭ്രംശം, ധനനാശം, മാനഹാനി, രോഗം, ഭയം, ബന്ധുവിയോഗം എന്നീ ഫലങ്ങൾ അനുഭവിക്കും. തുടർന്ന് 2 വർഷം 8 മാസം ശുക്രൻ്റെ അപഹാരകാലമാണ്. ഈ കാലയളവിൽ വീട്, വാഹനം, വസ്ത്രം, ആഭരണം ഇവ ലഭിക്കും. ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കും. വിവാഹത്തിൽ പങ്കെടുക്കും. വിനോദങ്ങളിൽ ഏർപ്പെടും. വ്യഭിചാരം, മദ്യപാനം ഇവ മൂലം ധനനഷ്ടം. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. തുടർന്ന് 9 മാസം 18 ദിവസം സൂര്യൻ്റെ അപഹാരകാലമാണ്. ഈ കാലയളവിൽ വിദ്യാവിജയം, വിവാഹം, ലാഭം, സഞ്ചാരം, ഗുരുദർശനം, ഉദ്യോഗം, വ്യാപാരാഭിവൃദ്ധി, പുത്രലാഭം, രോഗപീഠ, കലഹം, ബന്ധുവിരോധം എന്നിവ അനുഭവയോഗ്യമാകും. തുടർന്ന് 1 വർഷം 4 മാസം ചന്ദ്രൻ്റെ അപഹാരകാലം. ഈ കാലയളവിൽ വിവാഹം, ഭൂമിയും വാഹനവും വിൽക്കുന്നതിൽ ലാഭം, കാര്യസിദ്ധി, ബന്ധുക്കളുടെ വിവാഹത്തിൽ പങ്കെടുക്കുക, അധികാരം ലഭിക്കുക, ശത്രുനാശം, തീർത്ഥാടനം എന്നിവ ഫലം. തുടർന്ന് 2 വർഷം 4 മാസം 24 ദിവസം രാഹുവിൻ്റെ അപഹാരകാലം. ഈ കാലയളവിൽ രോഗം, മനോദുഃഖം, സ്വജനമരണം, കളത്ര പുത്രഹാനി, ഭക്ഷ്യവിഷബാധ, കടബാധ്യത, ദൂരദേശയാത്ര എന്നിവ അനുഭവത്തിൽ വരും. ഇതൊക്കെയാണ് വ്യാഴദശയിൽ അനുഭവിക്കുന്ന ഫലങ്ങൾ.